എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. നമുക്ക് മലയാള മനോരമ ആദ്യമായിട്ട് നോക്കാം. മലയാള മനോരമ ന്യൂസ് കോൺക്ലേവ് കേന്ദ്ര സഹായത്തിൽ തർക്കം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റോറി. കണക്കിന് പറഞ്ഞാണ് തലക്കെട്ട് കൊടുത്തത്. അതായത് അമിത്ഷായും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാക്പോര്, അതാണ് യഥാർത്ഥത്തിൽ ഈ വാർത്ത. മലയാള മനോരമയുടെ ഈ ന്യൂസ് കോൺക്ലേവില് അതിന്റെ ടോപ്പിക് എന്താണെന്ന് അറിയോ? ഇന്ത്യ പേസ് ആൻഡ് പ്രോഗ്രസ് എന്നുള്ളതായിരുന്നു ഈ ടോപ്പിക്. ഈ ടോപ്പിക്കിൽ അമിത്ഷാ സംസാരിക്കുന്നു. അതിനുശേഷം വൈകിട്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു. അപ്പൊ അമിത്ഷാ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിണറായി വിജയൻ മറുപടി പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇത്. ഇങ്ങനെയാണ്: വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര നിലപാടാണ് സംസ്ഥാനത്തിന്റെ പ്രശ്നമെന്ന് തിരിച്ചടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും. നമുക്കറിയാലോ, ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, അതായത് ഏതാനും മാസങ്ങൾ, കൈവിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ കൂടി കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, BJP കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% പലയിടത്തും 20% കൂടുതലൊക്കെ വോട്ട് നേടിക്കൊണ്ട് കേരളത്തിൽ അതായത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കും എന്നാണ് BJP പറയുന്നത്. സാധാരണ രീതിയിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സാധാരണ പറയാറുള്ളത്. കാരണം കേരളത്തിന്റെ ഒരു ജാതി മത സമവാക്യങ്ങൾ അനുസരിച്ച് BJPക്ക് അത്രമാത്രം ഒരു ഏറി വന്നാൽ ഒരു 3-4 സീറ്റുകളൊക്കെ കിട്ടിയേക്കാം എന്നാണ് പൊതുവായി രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ BJP വളരെ കൃത്യമായി ഭരണം പിടിക്കും എന്നാണ് പറയുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങളിലാണ് അവർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. RSS ഏറ്റവും താഴെ തട്ടിൽ അവരുടെ പ്രവർത്തനം മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിലെ എന്താ പറയാ, ഈ ഇലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ കഴിഞ്ഞ പ്രാവശ്യം വന്നു. ഇപ്പൊ വീണ്ടും അമിത്ഷാ എത്തിയിരിക്കുന്നു. അമിത്ഷാ ഓരോ മാസവും സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പ്രത്യേക ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം സന്നിഹിതമായത്. ഒന്ന്, ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരം, ഏറ്റവും വലിയ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായത്. അതേസമയത്ത് തന്നെ സാധാരണ രീതിയിൽ LDFിനോട് ഭരണവിരുദ്ധ വികാരം വന്നാൽ UDF സ്വാഭാവികമായും അധികാരത്തിൽ വരും. അങ്ങനെയാണ് കേരളത്തിൽ ഇന്നോളം സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ UDF എന്ന് പറയുന്നത് അതീവ ദയനീയമാണ്. UDFിന്റെ സ്ഥിതി ഏറ്റവും പുതിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക ആരോപണങ്ങൾ വീണ്ടും വരികയാണ്. പുതിയ ഓഡിയോ ക്ലിപ്പുകൾ വരുന്നു, പുതിയ പെൺകുട്ടികൾ ആരോപണങ്ങളായി വരുന്നു. പക്ഷെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗിക ദാരിദ്ര്യം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ അവർക്ക് ഭയങ്കര ആവേശത്തോടെയാണ് ഈ വാർത്തകൾ അവർ സ്വീകരിക്കുക. ഇതിൽ എന്താണ് സ്ഥിതി, എന്താണ് ശരി, എന്താണ് തെറ്റെന്നൊന്നും അവർ നോക്കാറില്ല. ഇപ്പം തന്നെ പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുനിന്ന് വാർത്തകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കറിയാം ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു സിനിമാ നടി പറയുന്ന കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്താപ്പോ സാധാരണ നമ്മൾ സാധാരണ ഈ നാടൻ ഭാഷയിൽ പഞ്ചാരടിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സംഭവം, അത് മിക്കവാറും ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത് വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നുമില്ല. ഒരു പൂവാലശല്യം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇതിന് ഒരു പരിധി വരെ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് ഈ പെൺകുട്ടികൾ തന്നെയാണ്. കാരണം വെറുതെ ചുമ്മാ കയറിങ്ങാണ്ട് ആദ്യം തന്നെ ഇവരോട് ഈ രീതിയിലുള്ള സംഭാഷണം നടത്തില്ല. ഇവര് ദീർഘമായി സംസാരിച്ച് അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് അതിനിടയിൽ എപ്പോഴോ ഏതോ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഈ അശ്ലീലം എന്ന് ഇവർ ആരോപിക്കപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തില് UDFിന്റെ സ്ഥിതി അങ്ങേയറ്റം വഷളായ ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ പീഡകന്മാരുടെ ഒരു കൂട്ടം എന്നൊക്കെയാണ് പറയുന്നത്. CPMനാവട്ടെ അതിനേക്കാൾ അങ്ങേപ്പുറമാണ് CPMന്റെ സ്ഥിതി. അതായത് MLA ആയ നമ്മുടെ മുകേഷിനെതിരെ ലൈംഗിക ആരോപണം മാത്രമല്ല, പോലീസ് നടപടികളിലേക്ക് എത്തി, കോടതി നടപടികളിലേക്ക് എത്തി. ഒരു ജാമ്യത്തിന്റെ പിൻബലത്തിലാണ് മുകേഷ് ഇപ്പൊ എന്ത് ചെയ്ത് പുറത്തിറങ്ങി നടക്കുന്നത്. അറസ്റ്റ് ചെയ്തതാണ്, എന്നിട്ട് ജാമ്യത്തിൽ വിട്ടതാണ്. അപ്പൊ മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി, പിന്നീട് ലൈംഗിക പീഡന പരാതികളുള്ളത് ഇതേപോലെ ഒരുപാട് പി കെ ശശി, കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങനെ CPMന്റെ ഒരു മുൻനിര ഐസക്. അപ്പൊ CPMന്റെ ഈ മുൻനിര നേതാക്കന്മാരും മധ്യനിര നേതാക്കന്മാർക്കും ഒപ്പമുള്ള ഒരുപാട് CPM നേതാക്കളൊക്കെ ഈ ലൈംഗിക അപവാദത്തിന്റെ നിഴലിലാണ്.
കോൺഗ്രസ് ആവട്ടെ വിൻസെന്റിന്റെ പേരിൽ കേസുണ്ട്, നമ്മുടെ അതേപോലെ മറ്റൊരു MLA യുടെ പേരിൽ കേസുണ്ട്. അങ്ങനെ ഈ രീതിയിലുള്ള ഏറ്റവും പുതുതായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അപ്പൊ ഈ സ്ത്രീ പീഡന പരാതികൾ ഒരു ഭാഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരം LDF-ന്, UDF ആകട്ടെ ഇവരെ തമ്മിൽ തല്ലി പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനൊരു നടപടി ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ സ്വയം രാജിവെച്ച് പിന്മാറുന്നു, എന്തെങ്കിലും ആവട്ടെ. അതിന്റെ സ്ഥിതിഗതികൾ എന്താണ് വസ്തുത, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണോ രാജിവെച്ചത്, അല്ലെങ്കിൽ രാഹുൽ സ്വയം തീരുമാനമെടുത്ത് രാജിവെച്ചതാണോ എന്നൊക്കെയുള്ള വിവാദങ്ങളിലേക്കൊന്നും അല്ല കടക്കുന്നത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. രാഹുൽ ഏതായാലും ഒഴിഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് രാഹുലിനെതിരെ ഇപ്പോൾ ഉണ്ടായ പോലുള്ള ഒരു ആരോപണം CPM ആണ്, CPM ഭരണത്തിലോ അല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ, CPM-ലെ ഒരു MLA കുറിച്ചാണ് ഇതേപോലെ ഒരു ആരോപണം ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും നടപടി എടുക്കുന്നത്? പാർട്ടി ഒന്നടങ്കം പ്രതിരോധിക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയല്ലോ നമ്മളെ മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന ചെന്നൈയിലെ വ്യവസായി. ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ് CPM-നെതിരെ നടത്തുന്നത്. CPM-ന്റെ ഉന്നത നേതാക്കൾ മുഴുവൻ ഈ റിവേഴ്സ് ഹവാലയിലൂടെ കോടിക്കണക്കിന് പണം കൈക്കലാക്കുന്നവരാണ്. ഇതിനുള്ള ഒരുപാട് തെളിവുകൾ സഹിതമാണ് ഷർഷാദ് PBക്ക് 2-3 വർഷം മുമ്പ്, 3-4 വർഷം മുമ്പ് പരാതി കൊടുക്കുന്നത്. അത് ആ കത്ത് അവസാനം പുറത്താവുന്നു. ഗോവിന്ദ മാഷോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് ഒറ്റ വാചകത്തിൽ അസംബന്ധം. ഗോവിന്ദ മാഷ് അതാ പറഞ്ഞത്, അസംബന്ധം. പിന്നെ മിണ്ടിയില്ല ഗോവിന്ദ മാഷ്. ഇതൊക്കെ അസംബന്ധം, ഇതിനെപ്പറ്റി എന്ത് മിണ്ടാൻ? അപ്പൊ ഇതേപോലെ ഒരു ലൈംഗിക ആരോപണം CPM-നെതിരെ ഉണ്ടായാലും CPM അതാ പറയാ, അസംബന്ധം മതി, അതിനൊക്കെ പറ്റി അങ്ങേപ്പുറത്തൊന്നുമില്ല. അതാണല്ലോ മുകേഷിന്റെ കാര്യത്തിൽ പറഞ്ഞത്. മുകേഷിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, കടകംപള്ളിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, PK ശശിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുലിനെതിരെ സാധാരണ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എതിർ ചേരിയിൽപ്പെട്ട ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഈ CPM-കാരോ BJP-കാരൊക്കെയാണ്. ഇപ്പൊ രാഹുൽ ഇനി ഈ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP-യുടെ നേതൃത്വത്തിൽ അവിടെ ഇന്നിപ്പോ ഏറ്റവും അവസാനം TV-യിലൊക്കെ വരുന്നത് നവ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഒരു തൊട്ടിലാട്ടി സമരം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ CPM-കാര്, DYFI-കാര്, SFI-കാര് ഒക്കെ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കണം. അതായത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട സ്ത്രീ പീഡകർ എന്ന് ആരോപണത്തിന് വിധേയരായ ആൾക്കാർ ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുമ്പോഴാണ് ഈ അന്തം കമ്മികള്, അതേപോലെ തന്നെ BJP-കാരും രാഹുൽ ഒഴിവാകണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണിത്. വീണ് കിട്ടിയതോ അങ്ങനെ ഉണ്ടാക്കിയതോ അതും വേറൊരു കാര്യം. അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഇവിടെയാണ് ഒരു ഗ്യാപ്പാണ് BJP-ക്ക് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ BJP-ക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ അമിത്ഷാ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അമിത്ഷാ പറയുന്നത്, BJP എന്തായാലും 2026 നിയമസഭയിൽ BJP കേരളം പിടിക്കുമെന്ന് പറയുന്നു. ഇതിന്റെ ഒരു റിഹേഴ്സൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിലല്ല, ആ രീതിയിലാണ് അവര് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പോഴാണ് മനോരമയുടെ ഇങ്ങനെ ഒരു കോൺക്ലേവില് അമിത്ഷാ വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അമിത്ഷാ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അതായത് ഇന്ത്യ പേസ് ആൻഡ് പ്രോഗ്രസ് എന്ന ആശയത്തിൽ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ സദസ്സിന് മുന്നിൽ ഭിന്ന രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചത്. ഇത് മനോരമയുടെ ഒരു കോൺക്ലേവ് ആയതുകൊണ്ട് തന്നെ മറ്റു പത്രങ്ങൾ ആ രീതിയിൽ ഈ വാർത്ത കൊടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ ഈ വാർത്തയെക്കുറിച്ച് പരാമർശിക്കുന്നത്. മലയാള മനോരമ വായിക്കാത്തവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ രാവിലെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത അമിത്ഷാ ഉയർത്തിയ ആരോപണങ്ങൾക്ക് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഇനി കണക്ക് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അമിത്ഷാ ഉന്നയിച്ച ആരോപണങ്ങൾ. അതിന് മുഖ്യമന്ത്രി എന്തൊക്കെയാണ് മറുപടി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അറിയാലോ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം കേൾക്കുന്ന നമുക്ക് മനസ്സിലാകും അമിത്ഷാ പറയുന്നതാണോ ശരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതാണോ ശരി എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ്, അമിത്ഷാ പറയുകയാണെ, അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞതാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP 20% വോട്ട് വിഹിതം നേടും. 25% വോട്ട് വിഹിതം നേടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം
UDF LDF മുന്നണികളെ ആശ്രയിച്ച് കേരളത്തിന് ജീവിക്കേണ്ടി വരില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് അമിത്ഷാ നടത്തിയത്. അതായത് 25% വോട്ട് നേടിക്കൊണ്ട് 2026 BJP കേരളം പിടിക്കും. പിന്നീട് ഇവിടെ അതുകൊണ്ട് തന്നെ LDF-നും UDF-നും ഇവിടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. UDF LDF മുന്നണികളെ ആശ്രയിച്ച് ഇനി കേരളത്തിന് ജീവിക്കേണ്ടി വരില്ല. പണ്ടൊന്നും വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. LDF പോയ UDF വരും, UDF അഴിമതി നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അഴിമതി മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ UDF-ന് എതിരെ ആൾക്കാർ തിരിയും. അപ്പൊ LDF വരും. LDF വന്നു കഴിഞ്ഞിട്ട് LDF-ഉം അഴിമതി നടത്താൻ തുടങ്ങും. അവസാനം അതിൽ മനമെടുത്തിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരും, വീണ്ടും UDF-ന് അധികാരത്തിൽ കയറ്റും. ഇങ്ങനെ ഒന്ന് പോയാൽ വേറൊന്ന് പോയാൽ മറ്റൊന്ന് എന്ന രീതിയിൽ ഇവരിങ്ങനെ മാറി ഭരണം പിടിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ പോകുകയാണ്. അപ്പൊ അതിന് മുഖ്യമന്ത്രിയുടെ പിണറായിയുടെ മറുപടി എന്താണെന്നറിയോ? സ്വപ്നം കാണുന്നതിന് ആരും എതിരല്ല എന്നാണ് പറയുന്നത്. സ്വപ്നം കാണാം, അമിത്ഷാക്ക് സ്വപ്നം കാണാം എന്നാണ് നമ്മുടെ പിണറായി പറയുന്നത്. BJPക്ക് വീഴുന്ന ഓരോ വോട്ടും ഈ നാടിന്റെ നവോത്ഥാനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ അത് നവോത്ഥാനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് പറയുന്നത്. ഈ നവോത്ഥാനം ഉണ്ടാക്കുന്നത് പിണറായിയാണല്ലോ. ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ, പിണറായിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത് പിണറായിയാണ്. ശ്രീനാരായണ ഗുരു പോലുള്ള സാമൂഹ്യ വിപ്ലവത്തിന്റെ നാന്ദി കുറിച്ച ആൾക്കാരോ അല്ലെങ്കിൽ ആ രീതിയിൽപ്പെട്ട സാമുദായിക നേതാക്കന്മാരോ ഒന്നുമല്ല, പിണറായിയാണ്. പിണറായി ഈ കഴിഞ്ഞ ഒരു 10 വർഷം ഭരിച്ചപ്പോഴാണ് കേരളം ഇങ്ങനെ നവോത്ഥാനത്തിലേക്ക് വന്നതെന്നാണ് പിണറായിയുടെ ഒരു മൂഢവിശ്വാസം. അതാ പറയുന്നത് BJPക്ക് വോട്ട് ചെയ്താൽ ഇവിടെ നവോത്ഥാനം ഇല്ലാണ്ടാവും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്വാസമനുസരിച്ച് ആരാധിക്കാനും കഴിയാതെ വരും. ഒന്ന് ചോദിക്കട്ടെ എന്റെ പിണറായി, കേരളത്തില് BJP പറയുന്നുണ്ടോ നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാധനാ സമ്പ്രദായം നിങ്ങൾ അനുവർത്തിക്കരുത് എന്നൊക്കെ BJP എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ പറയുന്നത് മുഴുവൻ നിങ്ങളല്ലേ. പ്രത്യേകിച്ചും ഈ ആരാധന കാര്യങ്ങളെക്കുറിച്ച്, അതായത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഹൈന്ദവ മതത്തിനെതിരെ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്, ഞാൻ ഓരോന്നോരോന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അത് സ്പീക്കർ ഷംസീറൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഗണപതി മിത്താണ് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഹൈന്ദവ മതത്തെ നിങ്ങൾ പുച്ഛിക്കുന്നു, ആ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പക്ഷെ അത്തരത്തിൽ BJP ആ രീതിയിലുള്ള എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാറില്ല. ഇന്ന വസ്ത്രം ധരിക്കണമെന്നോ വസ്ത്രത്തിനെതിരെ ഭക്ഷണത്തിനെതിരെ ഒന്നും. ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പിണറായി ഈ ഒരു സമീകരണം ഇവിടെ നടത്തുന്നത്. ഇത് ശരിയല്ല പിണറായി. അപ്പൊ ഇവിടെ അമിത്ഷാ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തോട് പിണറായി പ്രതിരോധിക്കുമ്പോൾ പ്രതിരോധിക്കാൻ പിണറായിക്ക് ആകുന്നില്ല. അതാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, അമിത്ഷാ പറയാണ്, ദുരന്ത നിവാരണ നിധി കൈകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പരസ്യ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. അമിത്ഷാ പറയാണ്, ഈ സാധാരണ രീതിയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്ത അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കേരളത്തിലുണ്ടായ മഹാദുരന്തങ്ങൾ, വയനാട്ടിലേതുൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ ആവശ്യമായ ഒരു കേന്ദ്ര സഹായം കിട്ടിയിട്ടില്ല, കേന്ദ്രം കേരളത്തെ സഹായിച്ചിട്ടില്ല എന്നൊക്കെയാണല്ലോ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമിത്ഷാ പറയാണ്, ഞാനൊരു പൊതുസംവാദത്തിന് ഞാൻ തയ്യാറാണ്. പിണറായി പറയട്ടെ, ഇങ്ങനെ അവിടെയും ഇവിടെ ചെന്നും കണ്ട് ഈ അന്തംകമ്മികളോട് ഇങ്ങനെ ക്യാപ്സ്യൂൾ രൂപത്തിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു പൊതുസംവാദം ഞാൻ പറയാം, എന്നോട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത്. ദുരന്ത നിവാരണ നിധി കൈകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പരസ്യ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. 2004-2014 വരെയുള്ള കാലത്ത് കേരളത്തിന് ദുരന്ത നിവാരണത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയത് 1350 കോടി രൂപയാണ്. അതായത് 2004 മുതൽ 2014 വരെയുള്ള 10 വർഷം കേരളത്തിന് നൽകിയത് എത്രയാണ്? 1350 കോടി രൂപയാണ്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ 10 വർഷത്തിനിടെ സംസ്ഥാന സർക്കാരിന് നൽകിയത് 5100 കോടി എന്ന് പറഞ്ഞാൽ അതിന്റെ നേരത്തെ നൽകിയതിന്റെ 5 ഇരട്ടി, 5100 കോടി രൂപയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ആ തുക ജനങ്ങൾക്ക് നൽകിയില്ല എന്നത് ഗൗരവമുള്ള വിഷയമാണ്. അമിത്ഷാ പറയാണ്, 5000-ൽ കൂടുതൽ കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി നൽകിയിട്ടും സംസ്ഥാന സർക്കാർ അത് വേണ്ട രീതിയിൽ ചെലവഴിച്ചിട്ടില്ല. അതിന് മുഖ്യമന്ത്രി പിണറായിയുടെ മറുപടി എന്താണെന്നറിയോ? അടിക്കടി കേരളം നേരിട്ട ദുരന്തങ്ങളിൽ 1 രൂപ പോലും സഹായം നൽകാതെ ദുരിതമനുഭവിച്ച ജനങ്ങളുടെ മുന്നിൽ വന്ന് സഹായക്കണക്ക് പറയുന്നെങ്കിൽ അത് അപാരം തന്നെ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്ക് ദുരന്ത നിവാരണ നിധിയിലേക്ക് ഫണ്ട് അനുവദിക്കുന്നത്. അത് ഭരണകക്ഷിയുടെ ഔദാര്യമല്ല, സംസ്ഥാനങ്ങളുടെ അവകാശമാണ്
75:25 അനുപാതത്തിലുള്ള ഫണ്ട് കേരളത്തിന് മാത്രം അനുവദിക്കുന്നതല്ല. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. വിദേശ രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ കേന്ദ്രം തടഞ്ഞു. ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രാജ്യത്തിന് പുറത്തു നിന്ന് സഹായം സ്വീകരിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോഴാവട്ടെ കേരളത്തിനുള്ള സഹായം തടഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ സഹായം സ്വരൂപിച്ചു നൽകാൻ തയ്യാറായപ്പോൾ അത് സ്വീകരിക്കാൻ മന്ത്രിമാർക്ക് അനുമതി നൽകിയില്ല. നമുക്ക് നാമേ ഉള്ളൂ എന്ന അവസ്ഥയാണിപ്പോൾ. അപ്പൊ പിണറായിയുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ആ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ദുബായിൽ നിന്നൊക്കെ സഹായങ്ങൾ തരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് കേന്ദ്ര സർക്കാർ അത് സ്വീകരിക്കാൻ വേണ്ടി അനുവദിച്ചില്ല. അതൊക്കെ വെറുതെ പറയാണ്. ഒരാളും ആ രീതിയിൽ സഹായം ഒന്നും വാഗ്ദാനം ചെയ്ത് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയ ഒരു പ്രോപ്പഗണ്ട മാത്രമായിരുന്നു. കിട്ടിയ സഹായം തന്നെ ഇപ്പം ഏറ്റവും അവസാനം നമുക്കറിയാലോ, ഈ വയനാട് ദുരന്തം സംബന്ധിച്ച് അല്ലെങ്കിൽ വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRFിലേക്ക് 770 കോടിയോളം രൂപ വന്ന് കിടക്കുന്നുണ്ട്. നമ്മളൊക്കെ സഹായിച്ച ആ ഒരു തുക 770 കോടി രൂപ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. കേന്ദ്രം പല 2-3 പ്രാവശ്യങ്ങളായിട്ട് NDRF നൽകിയ സഹായം എന്ന് പറയുന്നത് ഏതാണ്ട് 531 കോടി രൂപയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ 540 കോടി രൂപ, ഏതാണ്ട് ഒരു 2000 കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്നും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൊക്കെ ആയിട്ട് കയ്യിലുണ്ട്. എന്നിട്ട് പോലും 1 വർഷം കഴിഞ്ഞു, 1.25 വർഷമാകാറായി. പക്ഷേ ഇപ്പോഴും ആ ദുരന്ത ഭൂമിയിലെ മനുഷ്യർക്ക് ആകെ ഒരു വീടാണ്, ഒരു മാതൃകാ വീട് ഉണ്ടാക്കി അത് തന്നെ കണ്ടാൽ നമുക്ക് കരച്ചിൽ വരുന്ന രീതിയിലുള്ള ഒരു വീട്, ആ പണികളൊക്കെ ഇപ്പോഴും ഏതാണ്ട് ഒരു സ്തംഭനാവസ്ഥയിലാണ്. ദുരിതബാധിതരുടെ സ്ഥിതി നാൾക്ക് നാൾ അതീവ ശോചനീയം. എന്നിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രീതിയിലുള്ള മറുപടി പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, അമിത്ഷാ പറയുന്നു, UDFന്റെയും LDFന്റെയും ഭരണകാലത്ത് അഴിമതിയും ക്രമസമാധാന തകർച്ചയും വികസനമില്ലായ്മയുമാണ് കേരളം അനുഭവിച്ചത്. ശരിയാണല്ലോ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? UDFന്റെയും LDFന്റെയും ഭരണകാലത്ത് അഴിമതിയും ക്രമസമാധാന തകർച്ചയും വികസനമില്ലായ്മയും കേരളം അനുഭവിച്ചത്. എന്തെങ്കിലും ഒരു വികസനം, അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അത്തരത്തിലുള്ള വൻ പദ്ധതികളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യാവസായിക വിപ്ലവം, ഒരു വലിയൊരു വ്യവസായം, അല്ലെങ്കിൽ ആ രീതിയിൽ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ കാർഷിക രംഗത്ത് കേരളം എന്താണ് മുന്നേറിയത്? കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം വ്യാവസായികപരമായി എങ്ങനെയാണ് മുന്നേറിയത്? കഴിഞ്ഞ 10 വർഷം കൊണ്ട് എങ്ങനെയാണ് കേരളം വിദ്യാഭ്യാസപരമായി മുന്നേറിയത്? ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി LDFന് നൽകാനില്ല. കാരണം ഒരു രംഗത്തും ആരോഗ്യരംഗം കൊടുക്കാം. ആരോഗ്യരംഗത്തും ഇടക്കിടക്ക് ഒരു കേന്ദ്രത്തിന്റെ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവിടുത്തെ ചില പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു, A+ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യ മന്ത്രി വീണ ജോർജ് ഇടക്കിടക്ക് ഇങ്ങനെ തള്ളുന്നത് കാണാം. ഈ തള്ളലല്ലാതെ പിന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാലോ. പൊളിഞ്ഞു വീഴുന്ന പാലങ്ങള്, കുഴികളായി കൊണ്ടിരിക്കുന്ന റോഡുകൾ, ചുരുക്കി പറഞ്ഞാൽ ഒരു ക്രമസമാധാന നിലയുടെ കാര്യം പിന്നെ പറയാനില്ല. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരു രംഗത്തും നാം മുന്നേറിയിട്ടില്ല. ഇതാണ് പറയുന്നത്. അതിനെ ചെറുക്കാൻ മുൻപ് BJP ശക്തമായിരുന്നില്ല. ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയും BJPയും പ്രകടന മികവിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ യുവാക്കളും അതിനൊപ്പം നിൽക്കും. കേരളത്തിലെ BJP പ്രവർത്തകർ CPM പ്രവർത്തകരിൽ നിന്ന് അതിക്രൂരമായ ആക്രമണമാണ് കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ പ്രവർത്തകരുടെ കൈയും കാലും വെട്ടി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട C സദാനന്ദൻ അത്തരം ആക്രമണത്തിന്റെ ഇരയാണ്. ദേശസുരക്ഷയുടെ കാര്യത്തിലും LDF സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. മോദി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേരളം തയ്യാറായത്. പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ കേരളത്തിൽ വരണം. ഇതാണ് അമിത്ഷാ പറയുന്നത്. അതിനും പിണറായിയുടെ മറുപടി ഇങ്ങനെയാണ്. BJP കേരളത്തിൽ അനുഭവിച്ചു എന്ന് പറയുന്ന യാതന ഒട്ടേറെ പേരെ കൊന്നൊടുക്കിയ യാതനയാണ്. RSS എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിണറായി ആണല്ലോ പറയുന്നത്. പിണറായിയാണ് തീരുമാനിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സെന്താണെന്ന്. പിണറായിയുടെ കാര്യം നോക്കിയാൽ മതി. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇവിടെ CPM എന്താണ്, RSS എന്താണ്, BJP എന്താണ്, കോൺഗ്രസ് എന്താണെന്നൊക്കെ ഇവിടുത്തെ സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അതിന് പിണറായി പാർട്ടി ക്ലാസ് എടുക്കേണ്ട, അപ്പം ഗോവിന്ദനെയും ഇതിനു വേണ്ടി കൊണ്ടുവരേണ്ട. അപ്പൊ RSS എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളത്തെ ഇന്നത്തെ രീതിയിൽ വളർത്തിയതിൽ RSSന്റെ പങ്ക് എന്താണ്?
വർഗീയ കലാപം ഉണ്ടാക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ. അപ്പൊ RSS എന്ന് പറഞ്ഞാൽ വെറും വർഗീയ കലാപം ഉണ്ടാക്കുന്നതിലാണ് ഇവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കേരളത്തിൽ പോട്ടെ, ഇന്ത്യയിലെടുത്തോ, ഇത്രയും കാലത്തിനിടയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വർഗീയ കലാപം എന്താണ്? ഇന്ത്യയിലും കേരളത്തിലും എന്ത് വർഗീയ കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടത്? ഇപ്പൊ മണിപ്പൂരിലൊക്കെ കാലങ്ങളായി അവിടെ തുടരുന്ന ആ രീതിയിലുള്ള ഗോത്ര വംശീയ കലാപം എന്നുള്ളതല്ലാതെ ഏത് വമ്പിച്ച വൻ കലാപമാണ് ഇന്ത്യയിൽ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. BJP, RSS എന്ന് പറയാൻ വർഗീയം വർഗീയം വർഗീയം. യഥാർത്ഥത്തിൽ വർഗീയത പറയുന്നത് ഇവിടുത്തെ CPM-കാരാണ്. ഒരു സംശയമില്ല. വർഗീയത പ്രകടിപ്പിക്കുന്നതും വർഗീയത കാണിക്കുന്നതും വർഗീയത വളർത്തുന്നതും ഇവിടത്തെ CPM ആണ്, അല്ലാതെ RSS-ഉം BJP ഒന്നും അല്ല. ഇതിങ്ങനെ പറഞ്ഞ് ഈ സാധാരണ പറയാറില്ലേ, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുക. ഇതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം പഴയ പോലെയല്ല. ഒരു കൈവിരൽ സ്പർശത്തിലൂടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് അറിയാം. തട്ടിപ്പൊന്നും ഇനി നടക്കില്ല എന്റെ പിണറായി. അങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ. പൊളിറ്റിക്കൽ ഇസ്ലാമുമായി കാശ്മീരിൽ ബന്ധം സ്ഥാപിച്ചത് BJP ആണ്. RSS-ന് മാത്രമല്ല, ഇടതുപക്ഷം എല്ലാ വർഗീയതക്കും എതിരാണത്രേ. ഏത് ഇടതുപക്ഷം? മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് പിണറായി ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെ കണക്കിന് പറഞ്ഞെന്നാണ് മനോരമയുടെ തലക്കെട്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും കേരളത്തിലെ ആഭ്യന്തരമന്ത്രി, അതിനപ്പുറം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും നേർക്കുനേർ അല്ലെങ്കിലും രാവിലെ അമിത്ഷാ പറഞ്ഞതിന് വൈകിട്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. ഈ മറുപടിയിൽ നിന്ന്, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വായനക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാര്യമൊക്കെ ഏതാണ്ട് മനസ്സിലായി. അമിത്ഷാ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചല്ലോ. 25%, 4 പേരിൽ ഒരാൾ BJPക്ക് വോട്ട് ചെയ്യും എന്നാണ് അമിത്ഷാ പറയുന്നത്. അങ്ങനെ വരുമ്പോ 2026 നടക്കാൻ പോകുന്നത് അതിശക്തമായ ത്രികോണ മത്സരമായിരിക്കും. ത്രികോണ മത്സരം വരുമ്പോൾ ഒരു 25-30 സീറ്റ്, അധികം ഒന്നും പോണ്ട, BJP ഇവിടെ ഒരു 25-30 ഇടയ്ക്കുള്ള സീറ്റ് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു 20 സീറ്റ് പിടിച്ചെന്ന് വിചാരിച്ചോ. 20 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 120, 60 വിഭജിച്ചു പോയാൽ, അതായത് BJP അധികാരം പിടിച്ചില്ലെങ്കിലും 2026 കേരളം ഭരിക്കണമെങ്കിൽ BJPയുടെ സപ്പോർട്ട് വേണം എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇതിൽ വിയോജിപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. കാരണം രാഷ്ട്രീയമാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല, അന്തിമമായി പറയാൻ പറ്റില്ല. പക്ഷേ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൽ LDFന്റെ പ്രതിച്ഛായ നേരത്തെ ഇല്ല, UDFന്റെ പ്രതിച്ഛായ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സംഭവ വികാസത്തോടെ ആ പ്രതിച്ഛായവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ബാക്കിയുള്ള വാർത്തകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.